ഹലോ, എല്ലാവർക്കും സൈലം ബി എസ് സിയുടെ യൂട്യൂബ് സെക്ഷനിലോട്ട് സ്വാഗതം. ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഏവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ദേവസ്വം ബോർഡിന്റെ 1-2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, അത് നോക്കാം. അപ്പൊ നമ്മൾ കുറെ ദിവസം കൂടി ദേവസ്വം ബോർഡ് അല്ലെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഗുരുവായൂർ ദേവസ്വം ബോർഡും കൊച്ചി ദേവസ്വം ബോർഡും കൂടിയെല്ലാം എക്സാം ഇനി എന്നുണ്ടാവും ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങൾ സൈലം ബി എസ് സിയോട് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നോട്ടിഫിക്കേഷൻ ഇതാ വന്നിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ക്ലർക്ക് വിളിച്ചിരിക്കുകയാണ്. LD ക്ലർക്ക് സബ് ഗ്രൂപ്പ് ഓഫീസർ ഗ്രേഡ് 2 എന്ന തസ്തികയിലേക്ക് എന്ത് ചെയ്യാണ്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. 10-20 വേക്കൻസി അല്ല, നമുക്ക് വന്നിരിക്കുന്നത് 113 വേക്കൻസി ഉണ്ട്. നമുക്ക് നിലവിൽ 113 വേക്കൻസിയാണ് എന്ത് ചെയ്യുന്നത്, റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോളുക. 039/2025 എന്ന് പറഞ്ഞ കാറ്റഗറി നമ്പറാണ് ഇത്. നിങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ കേരള ദേവസ്വം ബോർഡിന്റെ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്ന് കിടപ്പുണ്ട്. ഇന്നിപ്പോ നോട്ടിഫിക്കേഷൻ എന്തായിരുന്നാലും വന്നിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് കയറുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്, ഈ നോട്ടിഫിക്കേഷൻ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് കാണിക്കാൻ കഴിയും. തീർച്ചയായിട്ടും എത്രയാണ് സാലറി സ്കെയിൽ ഇതാ കൊടുത്തിരിക്കുന്നത് അല്ലെ, 26,500 മുതൽ 60,700 രൂപ വരെയാണ് നമ്മുടെ സാലറി സ്കെയിൽ പോകുന്നത്. നിസ്സാര തുകയില്ല. ഗവൺമെന്റ് ഓഫീസിൽ കൂടിയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അല്ലെ. LD ക്ലർക്ക് നിയമനമാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് അവർക്ക് ഏതൊക്കെ വിഭാഗക്കാർക്കാണ് അയക്കാനുള്ളത് അതെല്ലാം ഇതിനകത്ത് നൽകിയിരിക്കുന്നു എന്നാണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് നൽകിയിരിക്കുന്നു. മറ്റേതൊക്കെ ഒട്ടനവധി വേക്കൻസിയാണ്. ഇത് മാത്രമല്ല, LD ക്ലർക്ക് മാത്രമല്ല, കഴകം ഉൾപ്പെടെ ഏകദേശം ഒരു 250 പരം വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രാവശ്യം ദേവസ്വം ബോർഡ് വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ ആ കാറ്റഗറി നമ്പർ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക അല്ലെ. 039/2025 ആണ്. തസ്തികയുടെ പേര് LD ക്ലർക്ക് എന്നാണ്. അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയാണ്. ഇതിന്റെ യോഗ്യത എന്ന് പറയുന്നത് +2 ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒഴിവുകളെല്ലാം നേരിട്ടുള്ള നിയമനമാണ് നടക്കാൻ പോകുന്നു. പ്രായപരിധി നൽകിയിട്ടുണ്ട്. PSC നൽകുന്ന പ്രായപരിധിയാണ് അല്ലെ, 18 to 36 വരെയാണ് പ്രായപരിധി എന്ന് നൽകിയിരിക്കുന്നു. നമ്മളിത് കാര്യം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കൊടുത്തിരിക്കുന്നതെല്ലാം നന്നായിട്ടൊന്ന് വെരിഫൈ ചെയ്യണം. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, ഇതെല്ലാം കൊടുത്ത് അപ്ലൈ ചെയ്തു, ജോലി കിട്ടും, അവസാനം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ പലരും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പോകുമ്പോൾ നിസ്സാര ഒരു കാര്യം മതി നമ്മൾ റിജക്ട് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്ലോഡ് ചെയ്ത് ഫൈനൽ നമ്മൾ ഇതിന് പ്രോസസ്സിംഗ് കൊടുക്കുന്ന സമയത്ത് PSC നമ്മളോട് തന്നെ ചോദിക്കും, ഇത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആയിരുന്നാലും ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആയിരുന്നാലും കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആയിരുന്നാലും തീർച്ചയായിട്ടും ഫൈനലൈസ് ചെയ്യുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, ഈ പറഞ്ഞിരിക്കാൻ നമ്മൾ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യണം, ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. നമ്മളെല്ലാം നമ്മളെ ഉള്ളിൽ മനസ്സിൽ ഓക്കെ ആണെന്ന് പറഞ്ഞ് കൊടുക്കാൻ നിൽക്കരുത്. ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വെരിഫൈ ചെയ്യണം. കാരണം എക്സാം എഴുതി നമ്മൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതി അവിടെ പോകുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും ഒരു എന്താ പറയുക റിജക്ഷൻ വരികയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മനസ്സിലായിട്ട് തളർന്നു കളയും. നന്നായിട്ട് നോക്കുക. നമ്മൾ അടയ്ക്കേണ്ട ഫീസ് സഹിതം നൽകിയിട്ടുണ്ട് അല്ലെ. 1/1/2007 2/1/1989 ഇടയിൽ ജനിച്ചവരായിരിക്കും എന്ത് ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്യേണ്ടത്. ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഓൺലൈൻ വഴിയാണ് രജിസ്ട്രേഷൻ പോകുന്നത്. അതിന്റെ വെബ്സൈറ്റ് ഇതിനകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഞാനന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെബ്സൈറ്റ് കിടപ്പുണ്ട് കേട്ടോ. www.kdrb.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഇത് ഓൺലൈൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപേക്ഷിക്കുന്നത്. ഇതിനകത്ത് അവർ നമ്മളോട് ഒരു പ്രൊഫൈലിൽ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. പ്രൊഫൈലിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് നമുക്കൊരു പാസ്വേഡും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മളത് സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വരുന്ന അതിലായിരിക്കും. എവിടെയാണ് എക്സാം, എന്നാണ് എക്സാം, ബാക്കി കാര്യങ്ങൾ നമ്മളെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന്, ജോലിക്ക് എല്ലാം വരുന്ന അതിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, യൂസർ ID യും പാസ്വേഡും നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം അത് മറക്കാതെ എവിടെയെങ്കിലും ഒന്ന് എഴുതിയിട്ടിരുന്നാൽ വളരെ നന്നായിരിക്കും എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് അവർ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് എന്നാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ചോദിക്കുകയാണെങ്കിൽ 30/9 ഈ മാസം 30/9/2025. ഇന്നിതാ 1 ആയിട്ടുണ്ട്. ഇനി നമുക്ക് 30/9 ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുന്നതും കാര്യം ഇനിയിപ്പോൾ നമുക്ക് ഓണം പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞായിരിക്കും നമ്മൾ പലരും നിൽക്കരുത്. എത്രയും വേഗം എന്ത് ചെയ്യുക, അപേക്ഷിക്കുക എന്നുള്ളതാണ്. അപേക്ഷിക്കുക, എത്രയും വേഗം അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട വിലാസം കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ തന്നെയുണ്ട്. കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോളുക. നിങ്ങൾ അതിനകത്ത് അപേക്ഷിക്കുക. ഇത് മാത്രമല്ല, ആ കേരള ദേവസ്വം ബോർഡിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതെ ഇത്രയും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിലാണ് ഏറ്റവും കൂടുതൽ LD ക്ലർക്ക് വന്നിരിക്കുന്നു. 113 വേക്കൻസി. പിയൂൺ ഓഫീസറുണ്ട് 14 വേക്കൻസിക്ക്
അല്ലെ. വാച്ച്മാൻ 38 വേക്കൻസി തന്നിരിക്കുന്നു. 1-2 വേക്കൻസി അല്ലാണ്ടുണ്ട് കേട്ടോ. നമുക്ക് അപേക്ഷിക്കാം. നമ്മളൊന്ന് കയറി കേരള ദേവസ്വം ബോർഡ് സൈറ്റിനകത്ത് കയറി വളരെ സാവകാശം നന്നായിട്ട് വായിച്ച് ഏതൊക്കെ വേക്കൻസികളാണ്, നമുക്ക് ഏതൊക്കെ അപേക്ഷിക്കാം, എത്രയാണ് അതിന്റെ ഫീസ്, എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എല്ലാം നൽകിയിട്ടുണ്ട്. 30/9 വരെ സമയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് 30/9 ഉണ്ടല്ലോ, 28-ാം തീയതി ഞാൻ ഫ്രീ ആണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കരുത്. നമ്മളൊരു പക്ഷേ ചിലപ്പോൾ മറന്നുപോകും. പലരും അയച്ചതിന് ശേഷമായിരിക്കും അവർ നമ്മളോട് പറയുന്നത് ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു കഴിഞ്ഞു എന്നുള്ളത്. എത്രയും വേഗം എന്ത് ചെയ്യുക, അപേക്ഷിച്ച് തുടങ്ങുക, എത്രയും വേഗം അപേക്ഷിച്ച് തുടങ്ങുക എന്നുള്ളതായിരുന്നു അല്ലെ. കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ക്ലർക്ക് വിളിച്ചിരിക്കുന്നു. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, കൊച്ചിൻ വിളിച്ചിട്ടുണ്ട്, ഗുരുവായൂരുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചിട്ടുണ്ട്, കൂടൽ മാണിക്കൊക്കെ 1-2 വേക്കൻസിക്ക് തന്നിട്ടുണ്ട്. എത്രയും വേഗം ഏതാന്ന് വെച്ച് നോക്കി എന്ത് ചെയ്യുക, അപേക്ഷിക്കുക. തീർച്ചയായിട്ടും നമ്മൾ സൈലം PSC ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസ്സുകൾ ആരംഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യുക, കൃത്യമായ ട്രാക്കിലൂടെ പഠിച്ചു പോവുക, ജോലി നേടുക. ബാക്കി നമുക്ക് ക്ലാസ്സിൽ കാണാൻ പോ. എല്ലാവർക്കും ഒന്നുകൂടി ഓൾ ദി ബെസ്റ്റ് പറയുന്നു. നന്നായിട്ട് പഠിച്ചു തുടങ്ങാനുള്ള ഒരു പരിപാടി. നമ്മൾ ഇനി കുറെ എക്സാം ഒക്കെ എഴുതി ഇനി ഏത് എന്നൊക്കെ ചോദിച്ചായിരിക്കും നമ്മളിൽ പലരും ഇരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിളിച്ചിരിക്കുന്നു. അപേക്ഷിക്കേണ്ടവർക്ക് അയക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.